കിണല്ലോ ആരാരോ പോണതാ. കേശുവേ കേശോ ഇങ്ങോട്ട് വാടാ. ഇവിടെ കിടന്ന് മേശയും കസേരയോടെ പോയടാ. അയ്യോ അച്ഛൻ്റെ മേശയും കസേരയോടെ പോയി. അച്ഛൻ ഇന്നലെ രാത്രി എടുത്ത് മാറ്റിയാ? ഡാടാ ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കിടക്കായിരുന്നല്ല. ഞാൻ 3 ദിവസമായോ ഇവിടെ പിടിച്ചിട്ടിട്ട്. ഇവിടെ പോയടാ. എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ പോയത് ചേട്ടൻ ഇവിടുന്ന് മേശയും കസേരയോടെ പോടാ. മേശയും കസേരയോടെ പോടാ. ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ നോക്കിയാൽ കണ്ടൂടെ? ഇല്ല, ഇതാര് മാറ്റി വെച്ച്? ആര് പറഞ്ഞാ ചോദിക്കണത്? എനിക്കറിയില്ല. നീ ഒന്നും അറിയാതെ ചെയ്യൂല അത്. ഇവിടെ മുങ്ങിയടാ. ഞാൻ മറ്റേ അവിടെ പോയി. അച്ഛാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ 10ലാണ്. ഞാൻ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ലാസ്റ്റ് എനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു. നീ ഒന്നും ക്യാഷു നീ അറിയാതെ ഇവിടെ മേശയും കസേരയും പോവില്ല. ഞാൻ കിച്ചണിൽ നല്ല ഇങ്ങോട്ട് വന്നത്. അല്ല എങ്ങോട്ട് പോയാലും കിച്ചണിൽ തന്നെ ഇവിടെ മേശയും കസേര കണ്ട? അയ്യോ അച്ഛന്റെ മേശയും കസേരയോടെ പോയി. കൂടുതൽ വിളച്ചിൽ കാണിച്ച കുഴിപ്പിളത്തെ കടക്കളെ കൊണ്ട് ഞാൻ തള്ളും. അച്ഛന്റെ മേശയും കസേരയോടെ പോയി. ആര്? കുട്ടമ്പിള്ള ഇവിടെ ഇരിക്കുന്നു. വാ കാണിച്ചു തരാം. പാടി അവളെ ഇവിടെ വിളിച്ചോ. അവളെ കൊച്ചെന്തിന്റെ അച്ഛൻ വിളിക്കുന്നു. ഇവിടെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇവിടെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഈ റൂമിന്? എന്താണ് എടി ഇവിടെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടാന്ന്? നല്ല ഐശ്വര്യം. എന്താണ് പ്രത്യേകിച്ചൊരു ഐശ്വര്യം ഉണ്ടല്ലോ. ഇന്ന് എന്ത് പറ്റി? മേശയും കസേര എവിടെ പോയെന്ന്? പറഞ്ഞോലെ അത് ശരിയാണല്ലോ. മേശയും കസേര അവിടെ പോയി. കുട്ടമ്പിള്ള എടുത്തോണ്ട് പോയി. മേശ എടുത്തോണ്ട് പോയി. അങ്ങേർക്ക് വിത്തിടാൻ വേണ്ടി ട്രാക്കകത്ത്. പിന്നെ പറമ്പ് കളച്ചിട്ട് വരുമ്പോ കുത്തിയിരിക്കാൻ വേണ്ടി കസേര എടുത്തോണ്ട് പോയി അയാള്. എന്റെ അച്ഛനെ പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയണി ആ എടുത്തോണ്ട് പോയത്. പിള്ളേരെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ അച്ഛന്റെ മേശയും കസേര തന്നെ നിങ്ങൾക്ക് വേണോ? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ആവശ്യം അച്ഛന്റെ മേശയും കസേര എടുത്തോണ്ട് കൊണ്ടുപോയി ഇടും. അതിന്റെ അടുത്ത് തിരിച്ചു കൊണ്ട് ഇടുകയില്ല. പെട്ടെന്ന് അച്ഛന്റെ മേശയും കസേര അവിടെ കൊണ്ടിട്. കളിക്കാതെ. എനിക്ക് അടുക്കള പണിയുണ്ട്. പിന്നെ അല്ലാണ്ട് എന്തോന്ന് തമാശ കളിക്കണത്? എനിക്ക് ഓഫീസിൽ പോകുന്നത് ലേറ്റ് ആയി. പുരാവസ്തുക്കളുടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്റെ ജോലി. മര്യാദ എടുത്ത് കൊടുക്കണം. പിള്ളേര് കളിക്കാണ് പിള്ളേര്. പുരാവസ്തു എന്റെ മേശയും കസേര. അച്ഛനെ അറിയാലോ അച്ഛനെ ഈ മേശയും കസേര പൊക്കോളം ആവാതിരിക്കില്ലെന്ന്. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേരെ അച്ഛാ. അച്ഛൻ്റെ ഈ കേശു ഇത് ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? തൊട്ടിട്ടില്ല ഞാനത് സത്യമായിട്ട്. അച്ഛൻ എന്നെ നോക്കണ്ട. എന്നെ കൊണ്ട് അധികം കൂട്ടിയ കൂടുതലച്ഛ. അതുകൊണ്ടാണ് എല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിഞ്ഞു. ഞാൻ അങ്ങനെ പറ്റൂലല്ല വിട്ട. അതെ സന്തോഷമുള്ള കാര്യം പറയാണ്ട്. ആരും എനിക്കൊരു പണി കിട്ടി. ദിവസം വീട്ടിൽ ഒന്നും പോകാൻ പറ്റൂല. അടിപൊളി. അപ്പൊ എഞ്ചിനീയർ റൂം എടുത്ത് തരുമായിരിക്കും. അപ്പൊ കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരിക്കൽ വന്നാൽ അല്ല മാസത്തെ ഒരിക്കൽ വന്നാൽ മതി. ഓക്കെയാണ്. അയ്യോ എന്തൊരു സന്തോഷം ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോ. ഒരു കാര്യം ചെയ്യാം. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാം. ആരെയും ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി. മാസം ചിലവർ ഞാൻ പൈസ കൊടുത്ത് വിട്ടോളാം. അത് നല്ല ഐഡിയ ആണല്ലോ. എന്തായാലും ആഴ്ചയിൽ നിനക്ക് പോകണ്ട ഓഫീസ് കാര്യത്തിന് വേണ്ടി ആലുവയില്. അപ്പൊ അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ചെങ്കിൽ വന്നാൽ മതി. അത് ശരി. ആഴ്ച 2 പ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. ആ സമയത്ത് സൈറ്റിലോട്ട് വരാം. അച്ഛൻ പൈസ തന്നാൽ മതി. വാ കോൺക്രീറ്റ് കമ്പി അടിച്ചാൽ മണ്ട അടിച്ചേരി. വിഷയം മറ്റേ പിള്ളേരെ കൂടുതൽ കളിക്കല്ലേ കേട്ടാ. അച്ഛൻ അവിടെ ഇരുന്നാൽ മാത്രമേ ഇരിപ്പ് ഉറക്കുള്ളൂ. അല്ലെങ്കിൽ ഓടി ഓടി ഇങ്ങോട്ട് വരും. വിഷ്ണുവേ അമ്മേനെ എങ്ങനെ വിഷ്ണു വിഷ്ണു എന്ന് വിളിച്ചാൽ ഞാൻ ശിവനെ ശിവനെ എന്ന് വിളിക്കേണ്ടി വരും. അമ്മ ഇതിനകത്ത് തന്നെ വലിച്ചടിക്കില്ല കേട്ടാ. ചാൻസ് നോക്കിയൊക്കെയാണ് എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ എന്നെ വിട്ടേക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നെ ഉടനെ പറയും ഞാൻ ഇവിടെ താമസിക്കുന്നോണ്ടാണെന്ന്. ഒരു കാര്യം ചെയ്യാം. ആ കേശു ശിവനെ വിളിക്കുക. അവരത് നോക്കി കേശോ അനങ്ങി നടക്കുവാ. എന്താണ് ആ മേശയുടെയും കസേരയുടെയും കാര്യം ചോദിക്കാനാണ് ഇപ്പൊ വിളിച്ചെങ്കിൽ ദയവ് ഇത് ചോദിക്കരുത്. ഞങ്ങൾക്ക് 2 പേർക്കും അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് നിങ്ങൾ ഈ കളയുന്നതെന്ന് ഓർത്തോണം. ഞാൻ ആവശ്യമില്ല തള്ള മക്കളെ ദ്രോഹിക്കാൻ പറഞ്ഞോണ്ടാ. പിന്നെ നീക്കല്ല എന്നെ ദ്രോഹിക്കാൻ പറഞ്ഞതിനാണ്. എന്റെ അമ്മ കളിക്കുന്ന മര്യാദ ടേബിളും മേശ എന്താ വെച്ചെടുത്ത് കൊടുക്ക്. ഇല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ തന്നെ കല്ല് കയറി നിൽക്കാണ്. ഇനി കല്ല് ഫുള്ള് ഞങ്ങളുടെ വെത്ത് തീർക്കൂട്ടാ. അമ്മയ്ക്ക് അറിയാലോ. അത് അവള് പറഞ്ഞത് 100% ഷുവറാണ്. ഒന്ന് പാടാപ്പാന്ന് അമ്മ അറിയാത്ത അമ്മയെടുത്ത് ചോദിച്ചിട്ട് എന്തോന്ന് പറയാൻ? അമ്മേനെ മെക്കിട്ട് പറഞ്ഞാരും. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ അടി ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സിദ്ധുവിന്റെ വീട്ടിൽ പോകും. നീ അനങ്ങുമ്പോ ഈ സിദ്ധുവിന്റെ വീട്ടിൽ പോകും സിദ്ധുവിന്റെ വീട്ടിൽ പോകുന്ന പറയാൻ എന്താണ്? കൊള്ളാലോ. അങ്ങനെ എനിക്ക് മഴ കിട്ടുമ്പോ എനിക്ക് എന്റെ വീട്ടിലും പോവാം കേട്ടോ. അമ്മേനെ ചിന്തിച്ചപ്പോ വലിയ മാറ്റമൊന്നും ഇല്ല. അമ്മ ഇപ്പൊ സൈഡിൽ കൂടെ ഒരാൾ പോയി. അപ്പൊ തന്നെ പറയും ഞാൻ കൂടെ ഒലത്തു പോവാന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ ഒരു കാര്യമില്ലാതെ വടി വിഴുങ്ങിയതിലൂടെ ഒന്ന് നിപ്പുണ്ട്. എന്ത് കാര്യം എനിക്ക് അറിഞ്ഞൂടാ.
എൻ്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡേടാ നിർത്തടേ ഒത്തുകളിയാണെന്ന് അറിയാടേ ഈ സംസാരം കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും തന്നെ മാച്ച് കാണും, ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടാ. എടീ പടവലക്കാരി, കളി എൻ്റെ അടുത്ത് വേണ്ട, നോക്കിക്കോ നീ. എന്താ പോയപ്പോ കിണികിണി കിടിച്ച് എല്ലാരും കൂടെ വന്നപ്പോ മുണ്ടാട്ടം മുട്ടിയാ നിന്റെ അച്ഛന് തോന്നിയായിരിക്കും. അച്ഛന് വെറുതെ മാനസിക അങ്ങനെ അച്ഛന് മാനസികരാവടാ, മാനസികരാവടാ അച്ഛന് കൊണ്ടിടാ സെല്ലിൽ തന്നെ. അതിന്റെ കുറവ് കൂടെ വേണ്ടാ അച്ഛന് അവന്റെ വായുന്ന് വിടുന്നേട്ടാ. ശരിക്കാടി SLC-ക്കാരാ മറ്റേ 10ാം ക്ലാസ്സുകാരല്ല പഠിക്കുന്ന എനിക്ക് പടാ ട്രാക്കുള്ള പല്ല് വെച്ച് ചിരിക്കണമായി. മാനസികര എടാടാ രണ്ടുപേരെ വിളിച്ചിട്ട് ഫോട്ടോ എടുപ്പിട്ട് ആക്കടാ ഭ്രാന്തിൻ്റെ ഘട്ടം നോക്കടാ. ആക്കടാ മാനസിക രോഗം, ഫോട്ടോ ആക്കടാ. എന്നെ നിന്നെ കണ്ടടാ മാനസിക രോഗം എന്ന് പറയണത്. പറയടാ പോകാൻ സമയമായി ഏട്ടാ, കെട്ടിച്ചുവിട്ടെടുത്ത് പോകാൻ സമയമായി. ഇവിടെ കിടന്ന് കറങ്ങി വേലത്തരം കാണിക്കണത്. കിളിച്ച ചിരിക്കാടി നീ, ചിരിക്കാടാടി. എന്തിനാ ചിരിച്ചാ മലക്കട നീ. ഇവിടെ ഇല്ല. ഇല്ലേ